അങ്ങനെ സാന്ത്വനം പ്രൊമോ ഇട്ടിരിക്കുകയാണ് പ്രേക്ഷകര്. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് ഒരു സാധനവും തന്നെ ഇല്ലാന്ന് പറയാം. വെറുതെ കഥയിട്ട് വലിച്ചു നീട്ടി പോയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ആ ഒരു ആനന്ദിന്റെ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു വലിച്ചു നീട്ടലാണ് നമ്മുടെ ശ്രീദേവിയെ കാണിച്ച് നമ്മളെയൊക്കെ വെറുപ്പിക്കുന്നു എന്ന് തന്നെ പറയാട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീദേവി ആദ്യമൊക്കെ കാണിച്ചപ്പോൾ കൊള്ളാം. ഈ ശ്രീദേവിയുടെ ക്യാരക്ടർ വന്നപ്പോ ഇനിയായിരിക്കും ഭയങ്കര ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകർ പോലും കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മണ്ണാങ്കട്ടയില്ല എന്ന് തന്നെ പറയാം. ഈ ശ്രീദേവിനെ കാണിച്ച് വെറുതെ പാട്ട് പഠിക്കുന്നു, അത് പഠിക്കുന്നു, വെറുതെ കുറെ കോമാളിത്തരങ്ങൾ, ഉടായിപ്പുകള്, ഒരു കഥയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ വലിച്ചു നീട്ടി പോകുന്ന ഒരു അവസ്ഥയാ. ഭയങ്കര കഥയ്ക്ക് ക്ഷാമമുണ്ട് നമ്മുടെ സാന്ത്വനം 2-ാം ഭാഗത്തിന്. അപ്പൊ ഇന്നത്തെ പ്രൊമോയിലും ഒരു യാതൊരുവിധ വ്യത്യാസവും ഇല്ലാണ്ട് നമ്മുടെ ശ്രീദേവിയും ഉദയഭാനുവും തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഉദയഭാനുവും ഭാര്യയും കൂടെ നമ്മുടെ ബാലന്റെ കടയിൽ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇവിടുന്ന് തന്നെ മേടിച്ചാലോ എന്നൊക്കെ നമ്മുടെ ഉദയഭാനുവിന്റെ അടുത്ത് ഭാര്യ ഒന്നും അറിയാത്ത രീതിയിൽ പറയുന്നത്, പിന്നെ ഒരു കുന്ന് സാധനങ്ങൾ വാരി വാരി കൂട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു നിമിഷങ്ങളും ആട്ടോ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ശ്രീദേവിയുടെ ഇതെന്ന് വെച്ചാൽ ശ്രീദേവി നമ്മുടെ ആനന്ദിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കോഴിക്കോട്ടേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രംഗങ്ങളോട്ടോ. വെറുതെ ഇപ്പൊ കണ്ട് മടുത്തു ഇങ്ങനത്തെ കുറെ രംഗങ്ങൾ. ഇനിയെങ്കിലും നമ്മുടെ മീനാക്ഷിയുടെ കഥയുണ്ട് കാണിക്കാൻ. അവരുടെ കഥയും രസമാണ് കണ്ടിരിക്കാൻ. നമ്മുടെ ആര്യൻ മിത്ര അവരുടെ കഥയും കണ്ടിരിക്കാൻ നമ്മളെ രസമാണല്ലേ. അതിനിടയിൽ അവരുടെ എന്തെങ്കിലും കാണിക്കാതെ ഈ ഫുൾ ടൈം ഇവരുടെ കാണിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.